പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിനം എന്നെയും നിങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ, പൊതിഞ്ഞു പിടിക്കട്ടെ, വഴി നടത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം ഈശോ എടുത്തു മാറ്റി സർവ്വ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും നൽകട്ടെ. നല്ലൊരു ദിവസമായിരിക്കും. ഈശോ കൂടെ ഉണ്ടാവും. നിന്റെ വിരലുകളോട് ഈശോയുടെ വിരലുകൾ ചേർത്ത് പിടിച്ച് നടന്നോ. കർത്താവ് നീ ഒരു കുഴിയിൽ വീഴാനും ഒരു തകർച്ചയിൽ വീഴാനും ഒരു നാശത്തിൽ വീഴാനും കർത്താവ് അനുവദിക്കത്തില്ല. അവൻ നിന്നെ അമ്മയെ പോലെ പൊതിഞ്ഞു പിടിക്കും. ഒരു സുഹൃത്തിനെ പോലെ നിന്നെ നയിക്കും. ഒരു ഗുരുവിനെ പോലെ നീ നടക്കേണ്ട വഴിയെക്കുറിച്ചൊക്കെ ഈശോ പറഞ്ഞു തരും. നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ. നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയോ? ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ, വിടുതലിൻ്റെ ആത്മാവിനെ, സൗഖ്യത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തരണമേ എന്ന്. കാരണം പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തും. അതല്ലേ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:1-4 ശിഷ്യന്മാർക്കൊരു ഭയം ഉണ്ടായി. പരിശുദ്ധാത്മാവ് തീനാവകളുടെ രൂപങ്ങളിൽ വന്നപ്പോൾ അവരുടെ ഭയമൊക്കെ പോയി, അവർ ശക്തിപ്പെട്ടു, ധൈര്യമുള്ളവരായിട്ട് മാറി. ഇന്ന് ഒരുപാട് പേരുണ്ട് ഒരു ജീവിതത്തെ നയിക്കാനായിട്ടൊരു ശക്തി വേണ്ടവർ, ഒരു ധൈര്യം വേണ്ടവർ. അവർക്കൊക്കെ ഈ ആത്മാവ്, ഈശോയുടെ ആത്മാവ് ധൈര്യം തരും. ഇപ്പം അച്ഛനെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങളെ മറികടക്കാൻ ധൈര്യമില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുവാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാതെ നിൽക്കുവാണെങ്കിൽ, ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ധൈര്യമില്ലാതെ നിൽക്കുവാണെങ്കിൽ, ഓപ്പറേഷന് വിധേയരാകാനായിട്ട് ധൈര്യമില്ലാതെ നിൽക്കുവാണെങ്കിൽ, വിവാഹം കഴിക്കാൻ ധൈര്യമില്ലാതെ നിൽക്കുവാണെങ്കിൽ, അങ്ങനെ ക്ലേശകരമായ ഏതെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ധൈര്യമില്ലാതെ നിൽക്കുവാണെങ്കിൽ അച്ഛൻ പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നിറയണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ആത്മാവിൽ നിറയണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 നിങ്ങൾ ശക്തി പ്രാപിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:16-17 അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങളുടെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞ് നിങ്ങൾ ശക്തി പ്രാപിക്കും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവേ ഞങ്ങളിലെല്ലാം വന്ന് നിറയണമേ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.